ഇവിടത്തെ കുഴപ്പമായി നിൽക്ക. ആളുകൾ കാശ് തിരിച്ചു ചോദിക്കുന്നു. എന്തോ? ആ, ഇങ്ങോട്ട് വരുന്നോ? എപ്പോ? രാത്രിയോ? ആ, ശരി ശരി, വെക്കട്ടെ. ആ, മുതലാളി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാത്തിരിക്കായിരുന്നു. കളക്ഷൻ മുഴുവൻ എടുക്ക്. ലോഡ് വരാത്തോണ്ട് ആകെ പ്രശ്നമായിരിക്കാണ്. നാട്ടുകാരോട് നാളെ അവധി പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോ അസീസ് വാനുമായിട്ട് വരും. ഈ സാധനങ്ങളൊക്കെ അതിൽ കയറ്റി ഈ കൊണ്ട് വന്നേക്ക്. അല്ല, സാധനങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞ നമ്മൾ ഇവിടുത്തെ പരിപാടി നിർത്തുക. അയ്യോ, അപ്പൊ നാട്ടുകാരെ പിരിച്ച കാശ് എന്റെ കയ്യിലെങ്കിൽ ഈ കൊണ്ട് കൊടുത്തോ. അല്ല മുതലാളി, ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞാണ്ട് ചെയ്താൽ മതി. എല്ലാവരെയും കബളിപ്പിക്കാനാണ് നോക്കുന്നെങ്കിൽ ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. പീറ്ററെ, നീ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് അസീസിന്റെ ഒറ്റ വാക്കിന്റെ പുറത്താ നിനക്ക് ഞാൻ പണിയുന്നത്. ഈ നിമിഷം വരെ നിങ്ങളോട് ഞാൻ വിശ്വാസക്കേട് കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുകയില്ല. പക്ഷെ ഇത് വഞ്ചനയാ. നിനക്കറിയോ, റോട്ടുമെന്ന് വന്നവനാ ഞാൻ. എന്നെ കുത്തി മലത്തിയിട്ട് ഇത് മുഴുവൻ പറക്കെടുത്തോണ്ട് പോകാൻ എനിക്ക് അറിയാനിട്ടല്ല. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടോ. വരട്ടാ മുതലാളി, നിങ്ങൾ കാണിക്കാൻ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. നിങ്ങൾ ഇവിടെ നിന്ന് കാശിന്റെ എടുക്കും, ഞാൻ നാട്ടുകാർക്ക് തിരിച്ചു കൊടുത്ത് മാപ്പ് പറഞ്ഞോളാം. മുതലാളി, മുതലാളി, ഒരു ദിവസം നിന്നെ എന്റെ കൈക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പാല് തന്ന കൈക്ക് തന്നെ കൊത്തി സ്വന്തം മുതലാളിയുടെ വള്ളയ്ക്ക് തന്നെ കത്തിക്കേറ്റില്ലടാ. സത്യം പറ, എല്ലാം മനസ്സിൽ ഉറപ്പിച്ച് പ്ലാൻ ഇട്ടല്ലേ നീ അയാളെ വിളിച്ചു വരുത്തിയത്? അല്ല സാർ, അയാളെ കാശും എടുത്തോണ്ട് അയാളുടെ കയ്യിലെ കാശും പിടിച്ചു പറിച്ച് നീ ഓടാൻ ശ്രമിച്ചു. അയാളെ വിടില്ല എന്നായപ്പോ നീ കത്തിക്കേറ്റി. അതാണ് സംഭവിച്ചത്. സർ, ഇനി അയാളെ തല്ലരുത്. എന്തോ സർ, ദയവ് ഇതിനി അയാളെ ഉദ്ധരിക്കരുത്. ആഹാ, എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്ക. പ്രതിയെ കൊണ്ട് എങ്ങനെയാ സത്യം പഠിപ്പിക്കണമെന്ന് എനിക്കറിയാം. മനസ്സിലായോ? പറയടാ, ഞാൻ പറഞ്ഞല്ലേ സത്യം? അല്ല അല്ല അല്ലാന്ന് പറ്റുമെങ്കിൽ നീ കോടതി തെളിയിക്കടാ. എടാ, കർത്താവ് തമ്പുരാൻ വിചാരിച്ചാൽ പോലും നിനക്കിനി രക്ഷയില്ല. ഒന്നുകിൽ കയറ്, അല്ലെങ്കിൽ ഇനിയുള്ള കാലം ജയില്. രണ്ടിലൊന്ന് ഉറപ്പ്. ഓ, തല്ലി ചതച്ചൊരു പരുവാക്കിയില്ലേ അവനെ. നീ നോക്കിക്കോ, ഈ കരിമ്പാറ പുഴുത്തേ ചാവൂ. പീറ്ററിന് ശിക്ഷ കിട്ടുവോ? കിട്ടാതെ എങ്ങനെയാ? തെളിവുകളൊക്കെ അവനെതിരല്ലേ. അതും പോരാത്തേന കരിമ്പാറാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയൊന്നും ഊരാൻ പറ്റില്ല. പിന്നെ ദൈവാധീനം ഉണ്ടെങ്കിൽ എന്നാലും പാടാ. പീറ്റർ പറഞ്ഞായിരിക്കും സത്യം, എനിക്കത് ഉറപ്പാ. പ്രതിയുടെ മൊഴി അടിസ്ഥാനാക്കി കേസ് വിധിക്കുന്ന സമ്പ്രദായം ഈ നാട്ടിലില്ലല്ലോ. എന്തോ ഒന്നും എനിക്കറിയില്ല. അയാളെ വെറുതെ വിട്ടാ മതിയായിരുന്നു. എന്തായാലും നാളെ കോടതി കൊണ്ടുപോവല്ലേ, ദൈവം രക്ഷിക്കട്ടെ.
ചായ കുടി. കുടിച്ചോളൂ. എന്താണ് അവിടെ ബഹളം? സാർ ഞങ്ങൾക്ക് പീറ്ററിനൊന്ന് കാണണം സാർ. ഞങ്ങളുടെ കാശ് വാങ്ങിച്ചോണ്ട് ഞങ്ങൾ അങ്ങനെ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതി ഇപ്പൊ പറയണം. ഇത് പോലീസ് സ്റ്റേഷനാണ്, നിന്റെ ഒന്നും തന്തര വകയല്ല. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ എല്ലാത്തിനും ചവിട്ടി നാട്ടിലേനെ ഉരുക്കളയും. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സാർ ശരിയാവുന്നത്? ഞങ്ങൾ പീറ്ററിനെ കാണാനാണ്. സാർ, എന്താടോ? ആ പീറ്ററിന് തീരെ വയ്യ സാർ. കള്ള റാസ്കൽ, അവന്റെ അടവാത്. അല്ല സാർ, സത്യമായിട്ട് അയക്ക് തീരെ വയ്യ. വല്ല ഹെൽത്ത് സെന്ററിലോ മറ്റോ കാണിച്ചാ? ഓ പിന്നെ ഹെൽത്ത് സെന്റർ. ഓ. പേപ്പറെല്ലാം ശരിയായിക്കേ. 10 മണിക്ക് കോടതി കൊണ്ടുപോണ്ട. സ്റ്റേഷൻ ബോട്ട് റിപ്പയർ ആണ് സാർ. സ്റ്റേഷൻ ബോട്ട് റിപ്പയർ ആണ്, പാസഞ്ചർ ബോട്ട് കൊണ്ടുപോകണം. അല്ല എന്താ? ശരി സാർ. ആ എന്താ എന്താ മോളെ? എന്തിനാ? എവിടെ വീണെന്ന്? അത് നീ എന്നോട് വന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ഡ്യൂട്ടിയിലല്ലേ. വൈദ്യരെ ചെന്ന് വിളിക്കേ. ഞാനിപ്പോ എങ്ങനെയാ മോളെ വരുന്നത്? സാർ, ബോട്ട് അടുപ്പിക്കാം. ആ ബോട്ടൊന്ന് അടുപ്പിച്ചേ. നീ എന്താ മോളെ ഈ പറയുന്നത്? ഞാനിപ്പോ എങ്ങനെ വരാനാ? ഇയാളെ കോടതി കൊണ്ടുപോകണം. അതൊന്നും എനിക്കറിയാൻ വയ്യ. അച്ഛൻ അവിടെ വരെ ഒന്ന് വന്നേച്ചു പോ. അതിപ്പോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? സാറ് പൊക്കോളൂ, ഇവന് ഞാൻ കൊണ്ടുപോകலாம். വീട്ടിലും ആരും ഇല്ലല്ലോ. അത് ശരിയാവൂ, ഒരു കുഴപ്പമില്ലെന്നേ. എന്നാൽ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. നിന്റെ പുറകെ തന്നെ ഞാൻ കോടതിയിലേക്കാം. ഈ ഫയൽ വെച്ചാ. ശരി സാർ. എന്നാ പ്രതിരുന്നേ. എങ്ങനെ കൊല്ലാൻ തോന്നി? കൊല്ലാൻ ഒരുങ്ങിയത് സേട്ടുവാ. എനിക്ക് രക്ഷപ്പെടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇനിയും ജീവിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക്. എനിക്ക് വേണ്ടി കേസ് പറയാനോ ജാമ്യത്തിലെടുക്കാനോ ആരുമില്ല. ഞാനൊരു സഹായം ആവശ്യപ്പെട്ട നിങ്ങൾ ചെയ്യുമോ? എന്നെ കൂടെ കഴിയുന്നതാണെങ്കിൽ. ഒരാഗ്രഹം ഇനി നടന്നില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാ. എനിക്ക് എന്റെ അമ്മച്ചി ഒന്ന് കാണണം. ഒന്ന് കണ്ടാ മാത്രം മതി. അതിന് പീറ്ററിന്റെ വീട് നമ്മൾ പോന്ന വഴിക്കാ. ഒന്ന് ഇറങ്ങി കണ്ടാ അപ്പൊ തന്നെ തിരികെയും ചെയ്യാം. അതേ നാൾ ഇനി അവിടെ ജീവിച്ചിരിക്കില്ല. ശവമടക്കിന് എനിക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതി പറഞ്ഞതാ. ബുദ്ധിമുട്ടാവുമെങ്കിൽ. അല്ല, ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്തുമ്പോ പറഞ്ഞോളൂ. എവിടെ? ഇതില് ശ്രീനി സാർ, ഇതാ വീട്. വരൂ. ചെല്ലേ, കണ്ടിട്ട് പെട്ടെന്ന് വരണം. എന്താ വീട്ടറെ? ഞാനിതും വെച്ചോണ്ട് അമ്മച്ചിയുടെ മുമ്പിലോട്ട് എന്നാൽ അത് മതി. അവർ ചങ്ക് പൊട്ടിച്ചാവുന്നത് ഞാൻ കാണേണ്ടി വരും. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അഴിച്ചു തന്നാൽ. അയ്യോ, അത് പാടില്ല, നിയമവിരുദ്ധ. എന്നെ വിശ്വസിക്കാം. ഒന്ന് കണ്ടേച്ച് ഞാനിങ്ങ് ഓടി വരാം. എന്താ പീറ്റർ ഇത്? ശരി, അഴിച്ചു തരാം. പക്ഷെ ഞാനും കൂടെ വരും. ഈ വേഷത്തിൽ നിങ്ങൾ എന്റെ കൂടെ വന്നാൽ ഞാൻ എന്ത് പറയാം അമ്മച്ചിയോട്? അങ്ങനെ പാടില്ലെന്നാ. എങ്കിലും ഞാൻ ചെയ്യാം. പെട്ടെന്ന് തിരിച്ചു തന്നെ.
നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ചെല്ല്, വേഗം എത്തിയാ മതി.